ദാദ ഔഗ്ഡെ സതാര സ്വദേശിയാണ്. 2025-ൽ അദ്ദേഹത്തിന് അന്നനാളത്തിലെ ക്യാൻസർ, ഈസോഫേജിയൽ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി. ആ സമയത്ത് ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ശരീരഭാരം കുറയുക, അതിയായ ക്ഷീണം അനുഭവപ്പെടുക തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അദ്ദേഹം വിവിധ പ്രചാരത്തിലുള്ള ചികിത്സകൾ സ്വീകരിച്ചു. ഓരോ 15 മുതൽ 20 ദിവസങ്ങൾക്കൊരിക്കൽ കീമോതെറാപ്പി നടത്തിവരികയായിരുന്നു. എന്നാൽ അതിൻ്റെ കഠിനമായ പാർശ്വഫലങ്ങൾ സഹിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടായില്ല. സ്ഥിതി അത്രയും ഗുരുതരമായിരുന്നു. ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ അദ്ദേഹത്തിന് വെറും 6 മാസത്തെ ആയുസ്സാണ് ശേഷിക്കുന്നതെന്ന് അറിയിച്ചിരുന്നു. എൻ്റെ പേര് ദാദാബ ഔഗഡെ. എൻ്റെ ജനനത്തീയതി 31 ജനുവരി 1979. ഞാൻ സതാര സ്വദേശിയാണ്. എനിക്ക് അന്നനാളത്തിലെ ക്യാൻസർ, ഈസോഫേജിയൽ ക്യാൻസർ ഉണ്ടായി. അത് ശരീരത്തിലെ എല്ലുകളിലേക്കും വ്യാപിച്ചിരുന്നു. ഡോക്ടർമാർ എനിക്ക് വെറും 6 മാസത്തെ മാത്രമാണ് ആയുസ് ശേഷിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ഈ രോഗം 2025-ലാണ് കണ്ടെത്തിയത്. ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഭക്ഷണം വിഴുങ്ങുന്നത് അത്യന്തം പ്രയാസകരമായിരുന്നു. പലപ്പോഴും എൻ്റെ ജീവൻ പോകുന്നുവോ എന്ന തോന്നൽ വരെ എനിക്കുണ്ടാകുമായിരുന്നു. കീമോതെറാപ്പി ചെയ്തതിന് ശേഷം കാലുകളിൽ കടുത്ത വേദന അനുഭവപ്പെടുമായിരുന്നു. അതോടൊപ്പം ഛർദിയും മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. കാലുകളിൽ വലിയ കല്ല് കെട്ടിവച്ചിരിക്കുന്നത് പോലെയുള്ള അസഹ്യമായ വേദനയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ആ ചികിത്സയുടെ ബുദ്ധിമുട്ടുകൾ സഹിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അന്ന് ഡോക്ടർമാർ എനിക്ക് വെറും 6 മാസത്തെ മാത്രമാണ് ആയുസ് ശേഷിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. 2025 മാർച്ചിൽ നടത്തിയ CT ചെസ്റ്റ് സ്കാൻ റിപ്പോർട്ട് പ്രകാരം ഡിസ്റ്റൽ തൊറാസിക് എസോഫാഗസും ഗ്യാസ്ട്രോ എസോഫേജിയൽ GE ജംഗ്ഷനും ഉൾപ്പെടുന്ന ഭാഗത്ത് ഏകദേശം 2.1 സെന്റിമീറ്റർ കട്ടിയുള്ള മാറ്റം കണ്ടെത്തി. ഇത് ഏകദേശം 7 മുതൽ 8 വരെ സെന്റിമീറ്റർ വരെ വ്യാപിച്ചിരുന്നതായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ലിംഫ് നോഡിൽ ഏകദേശം 1.8 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു കട്ടി, ലിംഫ് നോഡ് എൻലാർജ്മെന്റ് കണ്ടെത്തി. ലെഫ്റ്റ് അഡ്രീനൽ ഗ്ലാൻഡിൽ ഏകദേശം 6x5 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ലീഷൻ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എൻ്റെ ശമ്പളത്തിനെ ആശ്രയിച്ചായിരുന്നു. എന്നാൽ ഈ രോഗം വന്നതോടെ ജീവിതം വളരെ പ്രയാസകരമായി. എനിക്ക് ഓരോ 15 ദിവസത്തിലൊരിക്കൽ കീമോതെറാപ്പി എടുക്കേണ്ടി വന്നു. ഓരോ കീമോതെറാപ്പി സൈക്കിളിലും ഏകദേശം 85,000 രൂപ വരെ ചെലവാകുമായിരുന്നു. 4 സൈക്കിളുകൾ പൂർത്തിയാക്കിയ ശേഷം ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു. അതിനുശേഷം റേഡിയേഷൻ ചികിത്സയും ആവശ്യമായി വരുമെന്ന് അവർ പറഞ്ഞു. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം മാനസികമായും ഞാൻ വളരെ തളർന്നിരുന്നു. അന്നനാളത്തിലെ ക്യാൻസറിനായി ശസ്ത്രക്രിയ അനിവാര്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ ശസ്ത്രക്രിയയും റേഡിയേഷനും ചെയ്താലും രോഗം പൂർണ്ണമായും മാറുമെന്ന് ഉറപ്പില്ലെന്നും ഭാവിയിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്നും അവർ വ്യക്തമാക്കി. ചികിത്സ വിജയകരമാകാത്ത പക്ഷം രോഗം വീണ്ടും ഉണ്ടാകാമെന്നും പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് ശസ്ത്രക്രിയയെക്കുറിച്ച് വലിയ ഭയം തോന്നി. എനിക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അന്നാണ് എൻ്റെ ഇളയ മകൻ ഏറെ ശ്രമിച്ചത്. അവൻ കൊൽഹാപൂരിലെ മോഡേൺ ഹോമിയോപ്പതി ക്ലിനിക്കിലെത്തി. അവിടെ ഡോക്ടറുമായി വിശദമായി സംസാരിച്ചു. എൻ്റെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും അദ്ദേഹം ഡോക്ടറെ കാണിച്ചു. തുടർന്ന് 2025 സെപ്റ്റംബർ 20 മുതൽ അദ്ദേഹം മോഡേൺ ഹോമിയോപ്പതി ചികിത്സ ആരംഭിച്ചു. ചികിത്സ ആരംഭിച്ച് വെറും 15 ദിവസത്തിനുള്ളിലെ ആദ്യ ഫോളോ അപ്പിൽ തന്നെ ഭക്ഷണം വിഴുങ്ങുന്നതിനുണ്ടായിരുന്ന ബുദ്ധിമുട്ട് കുറയാൻ തുടങ്ങി. അതോടെ അദ്ദേഹത്തിന് സോഫ്റ്റ് സോളിഡ് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. തുടർന്നുള്ള ചികിത്സയ്ക്കിടെ ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് കൂടുതൽ കുറയുകയും ക്രമേണ അദ്ദേഹം സോഫ്റ്റ് ഭക്ഷണത്തിൽ നിന്ന് ഹാർഡ് ഫുഡ് വരെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പതിവായി കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. 1 മാസം ചികിത്സയ്ക്ക് ശേഷം ഞാൻ ഏകദേശം 4 മാസം വരെ തുടർച്ചയായി മരുന്ന് കഴിച്ചു. തുടർന്ന് ഡോക്ടർമാർ CT സ്കാൻ അബ്ഡമൻ ചെയ്യാൻ നിർദ്ദേശിച്ചു. ആ റിപ്പോർട്ട് നല്ല രീതിയിൽ വന്നു. മുൻപ് ഏകദേശം 6.5 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന കട്ടി ചികിത്സയ്ക്ക് ശേഷം ഏകദേശം 4.5 സെന്റിമീറ്ററായി കുറഞ്ഞതായി റിപ്പോർട്ടിൽ കാണിച്ചു. 2025 നവംബർ മുതൽ തന്നെ ഈ ചികിത്സയുടെ ഗുണഫലം എനിക്ക് വ്യക്തമായി അനുഭവപ്പെടാൻ തുടങ്ങി. മോഡേൺ ഹോമിയോപ്പതി ചികിത്സയിലൂടെ എൻ്റെ ആരോഗ്യനില
ആരോഗ്യനിലയിൽ നല്ല മാറ്റം വന്നതായി ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് അന്നനാളത്തിലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയായി. വയറുവേദന പൂർണ്ണമായും മാറി. ഛർദിയും ഓക്കാനവും അവസാനിച്ചു. മുൻപ് കീമോതെറാപ്പിക്ക് ശേഷം ഉണ്ടായിരുന്ന കാലുകളിലെ വേദനയും ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. 2026 ഫെബ്രുവരിയിൽ നടത്തിയ CT ആബ്ഡോമൻ ആൻഡ് പെൽവിസ് റിപ്പോർട്ട് പ്രകാരം പെരിഗാസ്ട്രിക് ലിംഫ് നോഡിന്റെ വലിപ്പം ഏകദേശം 1.5 സെന്റിമീറ്ററായി രേഖപ്പെടുത്തി. ലെഫ്റ്റ് അഡ്രീനൽ ഗ്ലാൻഡിലുണ്ടായിരുന്ന ലീഷനിന്റെ വലിപ്പം 4.7 ഗുണിച്ച് 3.6 സെന്റിമീറ്ററായി കുറഞ്ഞതായി റിപ്പോർട്ടിൽ കണ്ടെത്തി. കൂടാതെ ഡിസ്റ്റൽ തൊറാസിക് ഈസോഫേഗസിലും ഗ്യാസ്ട്രോ ഈസോഫേജിയൽ ജംഗ്ഷനിലുമുണ്ടായിരുന്ന വാൾ തിക്കനിങ് വെറും 1 സെന്റിമീറ്റർ മാത്രമായി കുറഞ്ഞതായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സ ആരംഭിച്ച് ഏകദേശം 8 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നും ഞാൻ മരുന്ന് തുടരുകയാണ്. ഇപ്പോൾ എനിക്ക് വളരെ നല്ല ആരോഗ്യനിലയാണ് അനുഭവപ്പെടുന്നത്. ഈ ഹോമിയോപ്പാത്തി ചികിത്സയിലൂടെ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ സൈഡ് ഇഫക്ട്സോ ഉണ്ടായിട്ടില്ല. മുൻപ് റേഡിയേഷൻ ചികിത്സ കാരണം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ ഈ ചികിത്സയിൽ ഉണ്ടായില്ല. കാലുകളിലെ വേദനയും മറ്റേതെങ്കിലും അസ്വസ്ഥതകളും ഇനിയില്ല. ഇപ്പോൾ എനിക്ക് ഭക്ഷണം നന്നായി കഴിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉറക്കവും വളരെ നന്നായി ലഭിക്കുന്നു. ഈ ചികിത്സയിലൂടെ ഞാൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടർന്ന് 2026 ജൂലൈയിൽ നടത്തിയ CT ആബ്ഡോമൻ ആൻഡ് പെൽവിസ് റിപ്പോർട്ടിൽ ശ്രദ്ധേയമായ പുരോഗതി രേഖപ്പെടുത്തി. മുമ്പ് കണ്ടെത്തിയിരുന്ന പെരിഗാസ്ട്രിക് ലിംഫ് നോഡ് ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായതായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് അഡ്രീനൽ ഗ്ലാൻഡ് ലീഷനിന്റെ വലുപ്പം കൂടുതൽ കുറഞ്ഞ് 4.7 ഗുണിച്ച് 3.5 സെന്റിമീറ്ററായി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മുമ്പ് ഡിസ്റ്റൽ തൊറാസിക് ഇസോഫാഗസിൽ കണ്ടിരുന്ന വാൾ തിക്കനിങ് ഇപ്പോൾ പൂർണ്ണമായും മാറിയതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചികിത്സയെക്കുറിച്ച് എനിക്ക് ഒരിക്കലും യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല. മോഡൽ ഹോമിയോപ്പതിയിൽ ചികിത്സ ആരംഭിച്ചതിന് ശേഷം എനിക്ക് വളരെ നല്ല മാറ്റം അനുഭവപ്പെട്ടു. മരുന്ന് സ്ഥിരമായി കഴിച്ചതിനാൽ എൻ്റെ ആരോഗ്യനില ഗണ്യമായി മെച്ചപ്പെട്ടു. ഈ ചികിത്സയിലൂടെ എനിക്ക് യാതൊരു സൈഡ് എഫക്ട്സും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യനില വളരെ നല്ലതാണ്. എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ സുഗമമായി നടക്കുന്നു. എൻ്റെ ആരോഗ്യത്തിൽ നല്ല പുരോഗതി ഉണ്ടായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിനായി മോഡേൺ ഹോമിയോപ്പതിയിലെ എല്ലാ ഡോക്ടർമാർക്കും മുഴുവൻ ടീമിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്ന് ദാദ ഔഗോഡയുടെ ആരോഗ്യനിലയിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം വിഴുങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. മുമ്പുണ്ടായിരുന്ന ക്ഷീണവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു. സ്വന്തം ജീവിതം സന്തോഷത്തോടെ ആസ്വദിക്കാനും ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. ഒരു കാലത്ത് ഗുരുതരമായ രോഗം കാരണം നിരാശയിലായിരുന്ന ദാദ ഔഗോഡെ ഇന്ന് കൂടുതൽ ആരോഗ്യവാനും സംതൃപ്തനും സന്തോഷവാനുമായ ജീവിതമാണ് നയിക്കുന്നത്. ഇപ്പോൾ നടത്തിയ എല്ലാ പരിശോധനാ റിപ്പോർട്ടുകളും സാധാരണമാണ്. നിലവിൽ എൻ്റെ ആരോഗ്യനില വളരെ മികച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഗുരുതരമായ രോഗമുണ്ടെങ്കിൽ ഒരിക്കൽ മോഡേൺ ഹോമിയോപ്പതി സന്ദർശിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു.